കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് വിസിമാർ RSS ചീഫിന്റെ പ്രസംഗം കേട്ടത് വിവാദമായ വിഷയം. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എന്തായാലും ഈ ഒരു വിഷയത്തെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് മുൻ സൈനികനായ ഭാസ്കരൻ നായർ അജയനാണ്. അദ്ദേഹം സക്കീർ നായിക് എന്ന വ്യക്തിയെ ഇവിടെ പുനരവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം. IPS ട്രെയിനികൾക്ക് സക്കീർ നായിക് എന്ന കൊടും തീവ്രവാദിയെ വെച്ച് ക്ലാസ് എടുപ്പിച്ചവരാണ് വിസിമാർ RSS ചീഫിന്റെ പ്രസംഗം കേട്ടതിനെ വിമർശിക്കുന്നത്. ഇങ്ങനെയാണ് ആ പോസ്റ്റിന്റെ ഫസ്റ്റ് സെന്റൻസ്. സോണിയാഗാന്ധിയുടെ UPA ഭരണകാലത്താണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ഈ സംഭവം നടന്നത്. അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ വിസിമാർ 916 ദേശസ്നേഹിയായ RSS ചീഫിനെ കണ്ടത് മുഖ്യമന്ത്രി VD സതീശന് വലിയ അപരാധം എന്നാണ് ഭാസ്കരൻ നായർ അജയൻ പറയുന്നത്. താങ്കളുടെ പാർട്ടി കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്ത് ഒരു പഴയ കാലം ഓർമ്മിപ്പിക്കുകയാണ്. IPS ട്രെയിനികൾക്ക് ക്ലാസ് എടുക്കാൻ സക്കീർ നായിക്കിനെ ഏൽപ്പിച്ചിരുന്ന കാര്യം മറന്നുപോയോ? ഒരു ഓർമ്മപ്പെടുത്തൽ. കോൺഗ്രസ് സർക്കാർ 160 IPS ട്രെയിനികൾക്കും 100ഓളം സീനിയർ IPS ഉദ്യോഗസ്ഥർക്കും പരിശീലനം കൊടുക്കാൻ തിരഞ്ഞെടുത്തതും പരിശീലനം കൊടുപ്പിച്ചതും സക്കീർ നായിക്കിനെ വെച്ചു. എന്താ വിശ്വാസം വരുന്നില്ലേ? ബ്രിട്ടീഷുകാരെ ദേശസ്നേഹിയായി കൂട്ടിയാലും കോൺഗ്രസുകാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ ഈ ഭാരതത്തെ വിൽക്കും എന്നാണ് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നത്. ഈ രണ്ടുപേരിൽ, അതായത് ബ്രിട്ടീഷുകാരിലും കോൺഗ്രസുകാരിലും ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം സയനൈഡ് കോൺഗ്രസ് ആണ്. ഹൈദരാബാദിലുള്ള പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി 2013 മെയ് 13 ആണ് ഈ സംഭവം.